നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കൽ. നോക്കാം വാർത്തകൾ വിശദമായി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. ഒരുപാട് പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. എപ്പോഴായിരുന്നു ഉണ്ണികൃഷ്ണന്റെ അന്ത്യം? അല്പസമയം മുൻപാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. ഒരു 6 മണിയോടുകൂടി അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു, ബേൺഡ് ഐസിയുലായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ശേഷം തീർത്തും അവശനായതോടുകൂടി വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ എന്ന 46-കാരൻ ഈ വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ഏതാണ്ട് 60% പൊള്ളൽ അദ്ദേഹത്തിന് ഏറ്റിരുന്നു. എന്തായാലും തീർത്തും സങ്കടകരമായ വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ മരിച്ചത് മുണ്ടത്തിക്കോട് സതീഷ് എന്ന ലൈസൻസി ആയിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. ശേഷം ഇനിയൊരു ദുരന്തത്തിൽ ഒരു മരണം ഉണ്ടാകരുതേ എന്ന് എല്ലാവരും ആഗ്രഹിച്ചതാണ്, പ്രാർത്ഥിച്ചതാണ്. പക്ഷേ വീണ്ടും ഒരു ദുരന്തം. എടപ്പാൾ സ്വദേശിയാണ് അദ്ദേഹം. ഈ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമൃത. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ 6 മാസമെങ്കിലും വേണ്ടിവരുമെന്ന് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ചൊവ്വാഴ്ച അപകടസ്ഥലവും ചികിത്സയിലുള്ളവരെയും സന്ദർശിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. മുണ്ടത്തിക്കോട് വെടിപ്പുര ദുരന്തത്തിൽ അടുത്ത ചൊവ്വാഴ്ച മുതൽ കമ്മീഷൻ അന്വേഷണ നടപടികളിലേക്ക് കടക്കും. ഏകാംഗ കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ വരേണ്ട ടേംസ് ഓഫ് റെഫറൻസ് സർക്കാർ ഇതിനകം കൈമാറുമെന്നാണ് പ്രതീക്ഷ. ഉച്ചയോടെ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും അപകടസ്ഥലവും കമ്മീഷൻ നേരിട്ട് സന്ദർശിക്കും. വെടിക്കെട്ട് നിരോധിക്കാനല്ല, അപകടരഹിതമായി ആഘോഷം നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അതിന് നിലവിലെ പാറ്റേൺ മാറ്റിയാൽ മതിയാകുമെന്നും സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. വെടിക്കെട്ട് നിരോധിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുണ്ടോ? കമ്മീഷന്റെ റെക്കമെൻഡേഷനുകളെ അതിനെക്കുറിച്ച് എനിക്ക് ടേംസ് ഓഫ് റെഫറൻസ് വന്നാലേ അറിയാവുള്ളൂ. വെടിക്കെട്ട് അമ്പലങ്ങളിൽ ആവശ്യമാണോ, അല്ലെങ്കിൽ വെടിക്കെട്ട് അനുവദിക്കണമെങ്കിൽ ഏത് രീതിയിലുള്ള വെടിക്കെട്ട് അനുവദിക്കണം, അതിനെക്കുറിച്ചൊക്കെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. തീർച്ചയായിട്ടും റിപ്പോർട്ട് കൊടുക്കും. പക്ഷേ ഏതാണേലും വെടിക്കെട്ട് പ്രോഹിബിറ്റ് ചെയ്യാനാണ് ഗവൺമെൻറ്റിന് ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല. അത് നിയമാനുസൃതമായിട്ട് വെടിക്കെട്ട് അങ്ങ് പ്രോഹിബിറ്റ് ചെയ്യാം. 6 മാസമെങ്കിലും സമയമെടുത്ത് മാത്രമേ അന്വേഷണം പൂർത്തിയാകൂ എന്നും പുറ്റിങ്ങൽ റിപ്പോർട്ടിലെ വിശദാംശങ്ങളും പോലീസിന്റെ മഹസറടക്കം പരിശോധിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ അപകടകാരണം വ്യക്തമാകുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. We formed a special investigation team under the ACP Netrathil with the direct supervision of the Commissioner of Police Thrissur. They are investigating things properly there. Now our initial thing was the rescue and rehabilitation. Now we are almost getting a clarity about it, how it happened. Hopefully in another week or time we'll be able to finalize the investigation. 24 കൊച്ചി. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംഘർഷം. കൊൽക്കത്തയിലെ ഹൌറയിൽ BJP തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. അസൻസോളിൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിൽ തൃണമൂൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭീകരവാഴ്ചയെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, നിലവിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം, 2ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ വലിയ പ്രചാരണത്തിലാണ് എല്ലാ മുന്നണികളും തന്നെ ഉള്ളത്. ഇന്നിപ്പോൾ ഹൌറയിൽ വെച്ചാണ് TMC തൃണമൂൽ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. റാലി നടക്കുന്നതിനിടെ ഇരു വിഭാഗങ്ങളുടെയും റാലികൾ ഏതാണ്ട് ഒരു സ്ഥലത്ത് എത്തുകയും അവിടെ വെച്ച് പ്രവർത്തകർ തമ്മിൽ ആദ്യം വാക്കേറ്റവും പിന്നീട് അത് കയ്യേറ്റത്തിലേക്കും കാര്യങ്ങൾ പോയി. BJP MP രവി കിഷൻ ഈ റാലിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വാഹനം കടന്നുപോയതിനു ശേഷമാണ് ഈ സംഘർഷം ഉണ്ടായത്. അവിടെ പോലീസ് ലാത്തി വീശുകയും ആളുകളെ പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്താണ് ആ സംഭവം നിയന്ത്രണ വിധേയമാക്കി മാറ്റിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിയ സംഘർഷങ്ങൾ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് 1ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ചില ഗുരുതരമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അസൻസോളിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടു എന്നതാണ്. ആ സംഭവത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഇന്ന് വന്നിരുന്നു. തൃണമൂൽ സർക്കാർ, മമതാ സർക്കാരിന്റെ ഭീകരവാഴ്ചയാണ് സംസ്ഥാനത്ത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷമായ വിമർശനം. പക്ഷേ രാഹുലിന്റേത് നിരുത്തരവാദപരമായ വിമർശനം എന്നതാണ് തൃണമൂൽ പ്രതിരോധം തീർക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് വലിയ സുരക്ഷാ വിന്യാസത്തിലാണ് 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.
സംസ്ഥാനത്ത് ഇന്ന് പാമ്പുകടിയേറ്റ് 2 മരണം. കണ്ണൂർ പട്ടുവം സ്വദേശി നഫീസ, ഇടുക്കി കാഞ്ഞാർ സ്വദേശി വിശാലാക്ഷി എന്നിവരാണ് മരിച്ചത്. വിവിധയിടങ്ങളിൽ ഇന്നും ആളുകൾക്ക് പാമ്പുകടിയേറ്റു. കണ്ണൂർ പട്ടുവം മുതുകുട സ്വദേശി നഫീസയ്ക്ക് വെള്ളിയാഴ്ചയാണ് പാമ്പിന്റെ കടിയേറ്റത്. വെള്ളിക്കെട്ടനാണ് കടിച്ചത്. ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് പാമ്പ് കടിയേറ്റതെന്ന് മനസ്സിലായതെന്ന് അയൽവാസികൾ. വെള്ളിയാഴ്ച ഉച്ചക്കാണ് കടിയേറ്റത്. പക്ഷെ പാമ്പാന്നുള്ളത് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവരുടെ മകളുടെ മകന് പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ പറഞ്ഞു, എനിക്ക് കഴിയുന്നില്ല, ക്ഷീണാമെന്ന് എന്നിട്ട് അവിടെ കടന്നിട്ടുണ്ടായത്. അപ്പോൾ അപ്പാടൻ എൻ്റെ ഉമ്മ നാട്ടിലുണ്ടായിരുന്നില്ല, പുറത്ത് ജോലിക്ക് വന്നതാണ്. അപ്പം അങ്ങനെ അവരെ വിളിച്ചു, അവർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. ഇടുക്കി കാഞ്ഞാർ സ്വദേശി വിശാലാക്ഷിക്ക് വീടിന് സമീപത്ത് വെച്ചാണ് പാമ്പ് കടിയേറ്റത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ പാമ്പ് കടിയേറ്റ് മരിച്ചവർ 7 ആയി. എറണാകുളം ചെറായിയിലെ റിസോർട്ടിൽ താമസിക്കാനെത്തിയ കോയമ്പത്തൂർ സ്വദേശിയായ യുവതിക്ക് പാമ്പ് കടിയേറ്റു. യുവതി അപകടനില തരണം ചെയ്തു. തിരുവനന്തപുരം മൂങ്ങോട് 15-കാരിക്ക് പാമ്പ് കടിയേറ്റു. കൊല്ലം രാമൻകുളങ്ങരയിൽ ഒരാളെ പാമ്പ് കടിച്ചു. വിഷമില്ലാത്ത ചുരട്ട ഇനത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ 51-കാരന് അണലിയുടെ കടിയേറ്റു. തിരുവല്ല കുറ്റപ്പുഴയിൽ ATM കൗണ്ടറിനുള്ളിൽ പാമ്പിനെ കണ്ടു. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ 19-കാരന്റെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അനോഷിന്റെ സഹോദരൻ ആൾജോ പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മലപ്പുറത്ത് 16-കാരിക്ക് പാമ്പുകടിയേറ്റു. മലപ്പുറം ഇൻകൽ സിറ്റിക്ക് സമീപം താമസിക്കുന്ന ഷബഹയ്ക്കാണ് പാമ്പുകടിയേറ്റത്. കുട്ടി താമസിക്കുന്ന ഫ്ളാറ്റിന് സമീപത്ത് വെച്ചാണ് കടിയേറ്റത്. കണ്ണൂർ പട്ടുവത്ത് വയോധികയ്ക്ക് പാമ്പുകടിയേറ്റു. കാവുങ്കൽ സ്വദേശി നാരായണിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് വീടിന് സമീപത്ത് നിന്ന് ചകിരി ശേഖരിക്കുന്നതിനിടെയാണ് കടിയേറ്റത്. അതേസമയം കണ്ണൂർ കക്കാട് ഫ്ളാറ്റിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. റെസ്ക്യൂവർ എത്തിയാണ് പാമ്പിനെ പുറത്തെടുത്തത്. ആലപ്പുഴ കായംകുളത്ത് യുവതി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. സെലീനയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകിയില്ല എന്നാണ് പിതാവ് സമീറിന്റെ പരാതി. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകും. ബന്ധുവിന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങവേ വ്യാഴാഴ്ച വൈകിട്ടാണ് സെലീനയ്ക്ക് പാമ്പ് കടിയേറ്റത്. ഉടൻ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടിച്ചത് പാമ്പ് തന്നെയെന്ന് സ്ഥിരീകരിക്കാനാകാത്തതോടെ ചികിത്സ വൈകി. ആന്റിവെനം നൽകാനായില്ല. രക്തപരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നതിനിടെ ശുചിമുറിയിൽ പോയ സെലീന കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഡോക്ടേഴ്സോ നഴ്സോ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് പിതാവ് സമീറിന്റെ പരാതി. ആവശ്യമായ ചികിത്സ നൽകുന്നതിലും വീഴ്ചയെന്ന ആരോപണം. എന്തെങ്കിലും കുഴപ്പമുണ്ടേ പറഞ്ഞു, ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡോക്ടർ അപ്പുറത്തുനിന്ന് വന്ന് പുള്ളിക്കാരൻ അമർത്തിയപ്പോൾ ECG എടുക്കുന്ന കുറച്ച് വന്ന് ECG എടുത്തപ്പോൾ ലൈൻ നേരെയാണ് വരും. അത് കഴിയുമ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് വേറെ കൊണ്ടുപോകാം. അമിൽ സാറിനെ പെട്ടെന്ന് വിളിച്ച് അയാൾ ഓടി ഒന്ന് സെച്ചറും കൊണ്ടുപോയി പറയാം, ഇനി എവിടെ കൊണ്ടുപോകാൻ ആൾ മരിച്ചു പോകും. ആശുപത്രിയിലെത്തിക്കുമ്പോൾ പാമ്പ് കടിച്ചതിന്റെ ലക്ഷണങ്ങൾ ഇല്ലെന്നായിരുന്നു ആശുപത്രി RMA ഡോക്ടർ ശ്രീപ്രസാദിന്റെ വിശദീകരണം. എന്നാൽ ഇത് തള്ളുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാലിൽ പാമ്പ് കടിച്ചതിന്റെ അടയാളവും ശരീരത്തിൽ കടും നീലനിറവും കണ്ടെത്തി. ഇതോടെയാണ് ചികിത്സാ പിഴവ് ആരോപണം കുടുംബം ആവർത്തിക്കുന്നത്. മരണാനന്തര ചടങ്ങുകൾ കഴിയുന്ന മുറയ്ക്ക് നാളെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനാണ് തീരുമാനം. 24 ആലപ്പുഴ. തിരികെ സ്വാഗതം വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ശമനമില്ലാതെ കൊടും ചൂട് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലായി 4 പേർക്ക് സൂര്യാതപമേറ്റു. തിരുവനന്തപുരം പാറശാല റെയിൽവേ സ്റ്റേഷന് സമീപം മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൂര്യാഘാതമേറ്റാണെന്നും സംശയമുണ്ട്. കൊടും ചൂടിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ്. ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ 40-ഉം കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. വയനാടും ഇടുക്കിയും ഒഴികെ 12 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ജില്ലയിൽ 3 പേർക്ക് സൂര്യാതപമേറ്റു. ലക്കിടി കൂട്ടുപാതയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ജയനും ഒറ്റപ്പാലം സ്വദേശി ജയശ്രീ, അട്ടപ്പാടി സ്വദേശി പളനിസ്വാമി എന്നിവർക്കാണ് സൂര്യാതപമേറ്റത്. പത്തനംതിട്ട ഇലന്തൂരിൽ വീട്ടമ്മയ്ക്കാണ് സൂര്യാതപമേറ്റത്. കഴിഞ്ഞ ദിവസം കണ്ണിന് താഴെയും മുഖത്തും പൊള്ളലേറ്റെങ്കിലും പിന്നീടാണ് സൂര്യാതപമെന്ന് മനസ്സിലായതെന്ന് വിലാസിനി അമ്മ പറഞ്ഞു. സംസ്ഥാനത്ത് വേനൽ മഴ തുടരുമെന്നാണ് പ്രവചനം. ബുധനാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ച യെല്ലോ അലർട്ടാണ്.
കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ അൾട്രാ വയലറ്റ് സൂചിക 8-ലെത്തി. ഇവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇവിടെ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കരുതെന്നാണ് നിർദ്ദേശം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കുമെന്നാണ് മുന്നറിയിപ്പ്. 24 തിരുവനന്തപുരം. കഠിനമായ ചൂടിനെ തുടർന്ന് ഡൽഹിയിലെ ആശുപത്രികൾ അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറെടുക്കുന്നു. പ്രത്യേക ക്ലിനിക്കുകളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. രാജ്യത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ മെയിലും ജൂണിലുമാണ് ഉഷ്ണതരംഗം രൂക്ഷമാവുക. പലപ്പോഴും 50 ഡിഗ്രി കടക്കാറുള്ള ചൂടിനെ പ്രതിരോധിക്കാൻ ആശുപത്രികൾ തയ്യാറെടുത്തു. സെറാമിക് ഇമ്മേഷൻ ടബുകൾ, 250 കിലോ ഐസ് ഉണ്ടാക്കാനായി പ്രത്യേക റെഫ്രിജറേറ്റർ സൗകര്യം, ഐസ് പെട്ടികൾ, കൂളിംഗ് ടബ് തുടങ്ങിയ സൗകര്യങ്ങളോടെ സൂര്യതാപ മുറികളാണ് ആശുപത്രികൾക്കകത്ത് തയ്യാറാക്കുന്ന പ്രത്യേകം ക്ലിനിക്കുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ഡൽഹിയിലെ പ്രധാന ആശുപത്രികളിലെല്ലാം ക്ലിനിക്കുകളുടെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കും. അതേസമയം ഏപ്രിൽ 13 ശേഷം രാജ്യത്തെ വൈദ്യുത ഉപഭോഗത്തിൽ വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 23 ഉപഭോഗം 240.1 ജിഗാവാട്ടിലേക്കും 24 252.1 ജിഗാവാട്ട് എന്ന റെക്കോർഡ് ഉപഭോഗത്തിലേക്കും എത്തിയിരുന്നു. 2024 മെയ് 30 ഇതിനു മുൻപ് 249.9 ജിഗാവാട്ട് എന്ന റെക്കോർഡ് ഉപഭോഗം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷത്തെ പരമാവധി വൈദ്യുതി ആവശ്യകത 271 ജിഗാവാട്ടായി വൈദ്യുത മന്ത്രാലയം കണക്കാക്കിയിട്ടുണ്ട്. പ്രതിസന്ധി മറികടക്കാനുള്ള ചർച്ചകൾക്കായി സംസ്ഥാന വൈദ്യുതി മന്ത്രിമാരുടെ യോഗം ഉടൻ ചേർന്നേക്കും. അതേസമയം നാളെ മുതൽ 3 ദിവസത്തേക്ക് ഉത്തരേന്ത്യയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴ ഉണ്ടാകുമെന്ന പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റേത്. 24 ഡൽഹി. സംസ്ഥാനത്തെ അപ്രഖ്യാപിത പവർ കട്ടിൽ വലഞ്ഞ് ജനം. വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി 10 മുതൽ 15 മിനിറ്റ് വരെ സംസ്ഥാനത്ത് പവർ കട്ട് വ്യാപകമാണ്. KCB ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നതിനാൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപ്പാദനം ആശങ്കയിലാണ്. അടിയന്തര സാഹചര്യത്തിൽ ദിവസേന 250 മെഗാവാട്ട് വൈദ്യുതി വരെ പുറത്തുനിന്ന് വാങ്ങാൻ KCBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. അതികഠിനമായ ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും കുതിച്ചുയരുകയാണ്. നിലവിൽ വൈദ്യുതി നിയന്ത്രണം എന്ന നിലയിൽ നടപ്പാക്കുന്ന 10 മുതൽ 15 മിനിറ്റ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് അരമണിക്കൂർ ഷെഡ്യൂൾഡ് ലോഡ് ഷെഡിംഗ് ആക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് KCB. അതിനിടെ അടിയന്തര സാഹചര്യത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KCBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. യൂണിറ്റിനു പരമാവധി 10 രൂപ നിരക്കിൽ ദിവസേന 250 മെഗാവാട്ട് വരെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാനാണ് അനുമതി. മെയ് 15 വരെയാണ് കാലാവധി. ദീർഘകാല കോൺട്രാക്ട് വ്യവസ്ഥയിൽ വൈദ്യുതി വാങ്ങാനുള്ള അനുമതിയായിരുന്നു KCB തേടിയിരുന്നത്. കനത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനാന്തര വൈദ്യുതി വാങ്ങുന്നതിന് ദേശീയ തലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് തിരിച്ചടിയായത്. സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനവും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. 1279.59 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ജലം മാത്രമാണ് KCB ഡാമുകളിൽ അവശേഷിക്കുന്നത്. 24 തിരുവനന്തപുരം. പൂരം പൊടിപൂരം. പ്രൗഢി ചോരാതെ തൃശൂർ പൂരത്തിന് ആവേശമായി കുടമാറ്റവും ഇലഞ്ഞിത്തറമേളവും. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപൂര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 15 മിനിറ്റാണ് കുടമാറ്റം നടന്നത്. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയെങ്കിലും പൂരപ്പകിട്ടിന് ഒട്ടും കുറവില്ല. കണിമംഗലം ശാസ്താവിൽ തുടങ്ങി ഘടകപൂരങ്ങൾ ഓരോന്നായി പുഴ കടലിലേക്കെന്ന പോലെ വടക്കുനാഥ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി കൊമ്പന്മാരിലെ ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തലപ്പൊക്കത്തോടെ നിന്നു. തിരുവമ്പാടിയിൽ നിന്ന് മഠത്തിൽ വരവ്. കോങ്ങാട് മധുവിന്റെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യ സദ്യ. ഇലഞ്ഞിത്തറയെ ഇളക്കിമറിച്ച 2 മണിയോടെ വിശ്വപ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളം. 2.5 മണിക്കൂർ ആവേശക്കൊടുമുടിയിൽ മേളാസ്വാദകർ. തുടർന്ന് തെക്കോട്ടിറക്കം. ആദ്യം പാറമേക്കാവും പിന്നീട് തിരുവമ്പാടിയും. ഗജവീരന്മാർ മുഖാമുഖം നിന്നു. നയനമനോഹരമായ കുടമാറ്റം തൃശൂർ പൂരത്തിന്റെ തിലകക്കുറിയായി.
വെടിക്കെട്ട് ഒഴിവാക്കി ചടങ്ങുകളെല്ലാം പ്രൗഢമായി നടന്നു. നാളെ ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയും. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ്. ടീം 24 തൃശൂർ. തൃശൂർ പൂരത്തിന് നാളെ സമാപനമാകും. നാളെ പാറമേക്കാവിന്റെയും തിരുവമ്പാടി വിഭാഗത്തിന്റെയും എഴുന്നള്ളിപ്പ് നടക്കും. ശേഷം 11 മണിയോടെ ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയും. ആയിരങ്ങളാണ് ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലിപ്പിരിയൽ ചടങ്ങ് കാണാൻ എത്തിച്ചേരാറുള്ളത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ പൂർണ്ണമാകുന്നു. നമസ്കാരം.